കുംഭമാസത്തിലെ ഭരണിനാളാണ് ദേവിക്ക് ഏറ്റവും പ്രധാനം. ലോകം മുഴുവനും ഒന്നായി ഒഴുകിയെത്തുന്ന ദിനമാണ് കുംഭഭരണി. തിളങ്ങുന്ന പ്രകാശത്തോടെ നേർത്ത വായുവിൽ അപ്രത്യക്ഷയായി. ഇത് കണ്ട അന്തർജനം ബോധരഹിതയായി വീണു. ദാരിക നിഗ്രഹ സമയത്ത് അമ്മയുടെ കോപം ശമിപ്പിക്കാൻ ഭൂതഗണങ്ങൾ അമ്മയ്ക്ക് മുന്നിൽ നൃത്തം ചെയ്തതിൻ്റെ പുനരാവിഷ്കാരമാണത്രേ കുത്തിയോട്ടം. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചെട്ടികുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രം. ശ്രീ ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ കായംകുളം നഗരത്തിനടുത്തുള്ള മാവേലിക്കര താലൂക്കിലെ ചെട്ടികുളങ്ങരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അസുര രാജാവായ ദാരികനെ കൊല്ലുവാൻ പരമശിവന്റെ മൂന്നാം കണ്ണിൽ നിന്ന് ജനിച്ച പരമമാതാവായ ശക്തിദേവിയുടെ അവതാരമാണ് ഭദ്രകാളി. ഭദ്ര എന്നാൽ നല്ലത്, കാളി എന്നാൽ സമയദേവത. അതുകൊണ്ട് ഐശ്വര്യത്തിനും മോക്ഷത്തിനും വേണ്ടി ഭദ്രകാളിയെ ആരാധിക്കുന്നു. ദേവിയെ സൃഷ്ടാവ്, സംരക്ഷകൻ, സംഹാരകൻ, പ്രകൃതി ശക്തി, കുണ്ടലിനി ശക്തി എന്നിങ്ങനെ കണക്കാക്കുന്നു. ചെട്ടികുളങ്ങര ദേവി ഹിന്ദുമതത്തിലെ പരമോന്നത മാതൃദേവതയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നിയന്ത്രണത്തിലുള്ള ഈ ക്ഷേത്രം വരുമാനത്തിൻ്റെ കാര്യത്തിൽ മുഖ്യ പങ്കുള്ള ഒരു ക്ഷേത്രമാണ്. ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിൻ്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് നിരവധി വിശ്വാസങ്ങൾ പ്രചാരത്തിലുണ്ട്. ഏറ്റവും ജനപ്രിയമായതാണ് ഇനി പറയുന്നത്. ചെട്ടികുളങ്ങരയിൽ നിന്ന് ഏതാനും കിലോമീറ്റർ അകലെയുള്ള കൊയ്പ്പള്ളിക്കാരായ്മ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം കാണാൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചില നാട്ടുപ്രമാണിമാർ പോയിരുന്നു. സന്ദർശകരെ കൊയ്പ്പള്ളിക്കാരായ്മ ക്ഷേത്ര ഭാരവാഹികളും ഗ്രാമത്തലവന്മാരും അപമാനിക്കുകയും പരിഹസിക്കുകയും ചെയ്തു. മാനഹാനിയിൽ മനം നൊന്ത് അവർ പ്രതികാരമായി ചെട്ടികുളങ്ങരയിൽ ഒരു ഭഗവതി ക്ഷേത്രം പണിയാൻ തീരുമാനിച്ചു. ചെട്ടികുളങ്ങരയിലെ ജനങ്ങൾ ഈ ലക്ഷ്യത്തിനായി ഒറ്റക്കെട്ടായി അന്നത്തെ 4-5 കുടുംബങ്ങളിലെ കാരണവർമാർ നേതൃത്വം നൽകി. ഈ ദൗത്യത്തിൽ കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ അനുഗ്രഹം തേടാൻ അവർ തീരുമാനിച്ചു. വഴിമധ്യേ വിവിധ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് അവർ കൊടുങ്ങല്ലൂരിലെത്തി. ദേവിയെ പ്രീതിപ്പെടുത്താൻ 12 ദിവസം അവിടെ ഭജനം നടത്തി. താൻ ഉടൻ ചെട്ടികുളങ്ങരയിൽ എത്തുമെന്ന് പറയുവാനാണ് ദേവി അവരുടെ സ്വപ്നത്തിൽ വന്നതെന്ന് പറയപ്പെടുന്നു. പിറ്റേന്ന് കാലത്ത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ വെളിച്ചപ്പാട് നൽകിയ പവിത്രമായ വാളുമായി അവർ സന്തോഷത്തോടെ ചെട്ടികുളങ്ങരയിലേക്ക് മടങ്ങി. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ പണികൾ ആരംഭിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അടുത്തുള്ള കരിപ്പുഴ തോടിലെ കടത്തുകാരൻ വൈകുന്നേരങ്ങളിൽ തൻ്റെ ജോലി അവസാനിപ്പിക്കുമ്പോൾ ഒരു വൃദ്ധ തൻ്റെ സഹായം അഭ്യർത്ഥിച്ച് മറ്റേ കരയിലേക്ക് കൊണ്ടുപോകുവാൻ ആവശ്യപ്പെട്ടു. ഏകാന്തയായ ഈ സ്ത്രീയെ സഹായിക്കേണ്ടത് തൻ്റെ കടമയാണെന്ന് അയാൾക്ക് തോന്നി. അവർ പോകുന്ന ലക്ഷ്യസ്ഥാനമായ ചെട്ടികുളങ്ങരയിലേക്ക് അവരെ അനുഗമിക്കാൻ തീരുമാനിച്ചു. വഴിയിൽ അവർ ഒരു വഴിയോരം മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിച്ചു. കടത്തുകാരൻ അവർക്ക് ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്തു. താമസിയാതെ കടത്തുകാരൻ ഉറങ്ങിപ്പോയി. നേരം പുലർന്നു നോക്കിയപ്പോൾ ആ സ്ത്രീ അപ്രത്യക്ഷയായി. ചെട്ടികുളങ്ങരയിലെ ജനങ്ങൾ ദേവി ചെട്ടികുളങ്ങരയിൽ എത്തിയതായി അവർക്ക് തോന്നി. അടുത്ത ദിവസം രാവിലെ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഇല്ലത്ത് ഓലമേഞ്ഞ മേൽക്കൂരയുടെ വാർഷിക അറ്റകുറ്റപ്പണികൾ നടക്കുന്നു. മഠത്തിലെ അന്തർജനം കഞ്ഞിയും മുതിരപ്പുഴുക്കും അസ്ത്രവും മറ്റും വിളമ്പുമ്പോൾ തൊഴിലാളികൾ വിചിത്രമായ ഒരു വൃദ്ധ ഉച്ചഭക്ഷണത്തിനായി അവരോടൊപ്പം ചേർന്നു. ഭക്ഷണം കഴിഞ്ഞയുടനെ വൃദ്ധ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് നീങ്ങി. തിളങ്ങുന്ന പ്രകാശത്തോടെ
നേർത്ത വായുവിൽ അപ്രത്യക്ഷയായി. ഇത് കണ്ട അന്തർജനം ബോധരഹിതയായി വീണു. അങ്ങനെ ദേവീ സാന്നിധ്യം കണ്ട അവർ പ്രശസ്ത ജ്യോതിഷികളെ സമീപിച്ചു. ഭഗവതി ചെട്ടികുളങ്ങരയിൽ എത്തിയതായി സ്ഥിരീകരിച്ചു. ഓണാട്ടുകരയിലെ എല്ലാ ജനങ്ങളുടെയും ക്ഷേമത്തിനായി ആ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ മകളാണ് ചെട്ടികുളങ്ങര അമ്മ എന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിനോട് ചേർന്ന് നിരവധി ഉപദേവതകൾ ഉണ്ട്. ഗണപതി, യക്ഷി, നാഗരാജാവ്, ബാലകൻ, മൂർത്തി, നാഗയക്ഷി, തേവാരമൂർത്തി, കണ്ണമ്പള്ളി ഭഗവതി തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. മൂലസ്ഥാനം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഒരു ചെറിയ ക്ഷേത്രം ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നു. പതിമൂന്ന് കരകൾ ഉൾപ്പെട്ടതാണ് ചെട്ടികുളങ്ങര ഭഗവതി ക്ഷേത്രം. ഈരേഴ തെക്ക്, ഈരേഴ വടക്ക്, കൈത തെക്ക്, കൈത വടക്ക് എന്നീ കരകൾ ക്ഷേത്രത്തിൻ്റെ 4 ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. കണ്ണമംഗലം തെക്ക്, കണ്ണമംഗലം വടക്ക്, പേള, കടവൂർ, ആഞ്ഞിലിപ്ര, മറ്റം വടക്ക്, മറ്റം തെക്ക്, മേനാമ്പള്ളി, നടക്കാവ് എന്നിവയാണ് മറ്റ് കരകൾ. ഇവിടുത്തെ പ്രധാന ഉത്സവം കുംഭഭരണി ഉത്സവം തന്നെയാണ്. ഭക്തജനങ്ങൾ നടത്തുന്ന കുത്തിയോട്ടം ആണ് ഈ ഉത്സവ ദിനത്തിലെ പ്രധാന വഴിപാട്. ചരിത്രപ്രസിദ്ധമായ ചെട്ടികുളങ്ങര കെട്ടുകാഴ്ച യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളതാണ്. കുംഭഭരണിയോട് അനുബന്ധിച്ച് നടക്കുന്ന ഭരണിച്ചന്ത ഇവിടെ പ്രസിദ്ധമാണ്. ഓണാട്ടുകരയുടെ കാർഷിക സംസ്കാരത്തിൻ്റെ മുഖമുദ്ര കൂടിയാണിത്. ക്ഷേത്രത്തിന് മുന്നിലായി 1001 തിരികൾ കത്തിക്കാവുന്ന 13 തട്ടുകൾ ഉള്ള ആൽവിളക്ക് നിൽക്കുന്നു. നെയ്യ് ഒഴിച്ചാണ് ഈ വിളക്കുകൾ തെളിക്കുന്നതെന്ന പ്രത്യേകതയും ഉണ്ട്. ആൽവിളക്കിലെ ഓരോ തട്ടും ഓരോ കരകളെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് വിശ്വാസം. ദേവി പ്രഭാതത്തിൽ വിദ്യാദേവതയായ സരസ്വതി ദേവിയായും, മധ്യാഹ്നത്തിൽ ഐശ്വര്യപ്രദായിനിയായ മഹാലക്ഷ്മിയായും, സായാഹ്നത്തിൽ ദുഃഖനിവാരണിയായ ശ്രീ പാർവതി ദേവിയായും വിളങ്ങുന്നു എന്നാണ് സങ്കല്പം. അതിനാൽ 3 നേരങ്ങളിലും 3 രീതിയിലുള്ള പൂജകളാണ് ഇവിടെ നടത്തപ്പെടുന്നത്. പ്രധാന വഴിപാടുകൾ ചാന്താട്ടവും കുത്തിയോട്ടവും തന്നെയാണ്. കുംഭമാസത്തിലെ ഭരണി നാളാണ് ദേവിക്ക് ഏറ്റവും പ്രധാനം. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ചെട്ടികുളങ്ങര അമ്മയുടെ തിരുനടയിലേക്ക് 13 കരകൾ മാത്രമല്ല, ലോകം മുഴുവനും ഒന്നായി ഒഴുകിയെത്തുന്ന ദിനമാണ് കുംഭഭരണി. അന്നാണ് അഭീഷ്ടസിദ്ധിക്കും സർവ്വ ഐശ്വര്യത്തിനുമായി ദേവിയുടെ ഇഷ്ട വഴിപാടായ കുത്തിയോട്ടം സമർപ്പിക്കുന്നത്. ദാരിക നിഗ്രഹ സമയത്ത് അമ്മയുടെ കോപം ശമിപ്പിക്കാൻ ഭൂതഗണങ്ങൾ അമ്മയ്ക്ക് മുന്നിൽ നൃത്തം ചെയ്തതിൻ്റെ പുനരാവിഷ്കാരമാണത്രേ കുത്തിയോട്ടം. മീനമാസത്തിലെ അശ്വതി ദിവസവും ഇവിടെ പ്രധാനമാണ്. അശ്വതി നാളിൽ നടക്കുന്ന ഉത്സവം ധാരാളം സന്ദർശകരെ ആകർഷിക്കുന്നു. കൊടുങ്ങല്ലൂരിൽ അമ്മയെ സന്ദർശിക്കാനുള്ള യാത്രയിൽ ദേവതയ്ക്കുള്ള യാത്രയയപ്പ് ഉത്സവമാണ് ഇവിടെ ആഘോഷിക്കുന്നത്. പ്രധാനമായും കുട്ടികൾ നിർമ്മിക്കുന്ന ചെറിയ കുതിരകളെ കൊണ്ട് അമ്പലമുറ്റം നിറയും ഈ ദിവസം. ഓണാട്ടുകരയുടെ പരദേവതയായി കണക്കാക്കുന്ന ചെട്ടികുളങ്ങര ഭഗവതിയുടെ തിരുസന്നിധിയിലേക്ക് ആയിരങ്ങളാണ് ദിവസവും ഒഴുകിയെത്തുന്നത്.